ഹായ് ഗൈസ്, ഉടായ്പിൻ്റെ ആശാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഒരു USB സ്വിച്ചർ അല്ലെങ്കിൽ ഒരു KVM സ്വിച്ചിനെ നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാൻ കാരണം എന്ന് പറഞ്ഞത്, ഇപ്പോൾ എൻ്റെ ഈ കാണുന്നതാണ് എൻ്റെ വർക്ക് ടേബിൾ. എനിക്കൊരു ഓൾറെഡി ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ ഉണ്ട്, അതാണ് ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ ഈ മോണിറ്റർ എൻ്റെ വർക്ക് കമ്പ്യൂട്ടറിലോട്ട് അല്ലെങ്കിൽ ലാപ്ടോപ്പിലോട്ട് കണക്ട് ചെയ്യേണ്ട പല ആവശ്യങ്ങളും വരാറുണ്ട്. വലിയ മോണിറ്റർ യൂസ് ചെയ്യാനും പിന്നെ ഇരുന്ന് കീബോർഡും മൗസും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എല്ലാ പ്രാവശ്യവും ഞാൻ ഈ കേബിൾ ഊരി കുത്തണം. അപ്പോൾ എനിക്ക് ഈ താഴോട്ട് ഇറങ്ങി ഈ ടേബിളിൻ്റെ താഴത്തോട്ട് പോയി കേബിളൊക്കെ ഊരി ഇതിലോട്ട് മാറ്റി കണക്ട് ചെയ്ത് അങ്ങനെ അത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനൊരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷനായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതെൻ്റെ വർക്ക് ലാപ്ടോപ്പാണ്. അപ്പോൾ അതിൽ നമ്മൾ ഒരൊറ്റ USB കേബിളും ഒരു HDMI കേബിളുമാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ മറ്റേത് ചാർജറാണ്. അതിനുശേഷം നമുക്ക് എന്താ പറയുക, ഈ USB സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ അതായത് ഈ ഒരു സ്വിച്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്നതിൽ നമ്മുടെ വലതുവശത്തുള്ളത് എൻ്റെ പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക്ടോപ്പുമാണ്, ലെഫ്റ്റ് സൈഡിലുള്ളത് എൻ്റെ വർക്ക് കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക്ടോപ്പുമാണ്. ഇപ്പോൾ കറൻ്റ്ലി എൻ്റെ കീബോർഡും മൗസും കണക്റ്റ് ആയിട്ടുള്ളത് ഈ പേഴ്സണൽ കമ്പ്യൂട്ടറിലോട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ മൗസ് നീക്കുമ്പോൾ ഇത് പേഴ്സണൽ കമ്പ്യൂട്ടറിൽ മാത്രമാണ് നീങ്ങുന്നത്. എൻ്റെ വർക്ക് കമ്പ്യൂട്ടർ ലാപ്ടോപ്പിലെ മൗസ് നീങ്ങുന്നില്ല. അപ്പോൾ നമുക്ക് ഇനി ഇത് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഈ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കീബോർഡും മൗസും ആ ലാപ്ടോപ്പിലോട്ട് കണക്റ്റ് ആവും. അപ്പോൾ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഇതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഈ വീഡിയോയിൽ അവസാനം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഇപ്പോൾ അതായത് കീബോർഡും മൗസും ആക്ച്വലി ഇങ്ങോട്ട് സ്വിച്ചായി ഇവിടുന്ന് അതായത് എൻ്റെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ നിന്ന് അത് ഡിസ്കണക്റ്റ് ആവുകയും ചെയ്തു, ഇപ്പുറത്ത് അത് കണക്റ്റ് ആവുകയും ചെയ്തു. നമുക്ക് ഇത് ഒരു KVM സ്വിച്ച് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ആമസോണിൽ നിന്നൊക്കെ മേടിക്കാൻ പറ്റും. ഏകദേശം 1500 ഏറ്റവും മിനിമം ആയിട്ടുള്ള അതിൻ്റെ വാല്യൂ. അപ്പോൾ പിന്നെ ഇത് നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് ഞാൻ സ്വിച്ച് ചെയ്തപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. പിന്നെ ഇത് നമുക്ക് ഉണ്ടാക്കാൻ വളരെ ചീപ്പാണ്, ഏകദേശം ഒരു 100-150 രൂപ മാത്രമാണ്. പിന്നെ എൻ്റെ മോണിറ്റർ ഡ്യുവൽ HDMI സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഈവൻ ഡിസ്പ്ലേ വരെ സ്വിച്ച് ചെയ്യാൻ പറ്റും. അതായത് എനിക്ക് വലിയ സ്ക്രീനിൽ എൻ്റെ ലാപ്ടോപ്പ് കാണണമെങ്കിൽ ഇവിടെ ജസ്റ്റ് സ്വിച്ച് ചെയ്താൽ മതി. ജസ്റ്റ് ഒരു KVM സ്വിച്ചിൻ്റെ എല്ലാ ഫങ്ഷനും നമുക്ക് ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് 2 USB-A ടൈപ്പ് കേബിൾ, അതായത് പഴയ ഏതെങ്കിലും കേബിൾ എടുത്തിട്ട് ഒരു സൈഡ് മുറിച്ച് കളഞ്ഞാൽ മതി. ഓൺലി ചാർജിങ് മാത്രമുള്ളത് കേബിൾ ആയിരിക്കാൻ പാടില്ല, ഡാറ്റയും കൂടി ഉള്ളത് വേണം. പിന്നെ വേണ്ടത് ഒരു ഫ്രീ ബോർഡ്. ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ചെറിയൊരു PCB, യൂണിവേഴ്സൽ PCB 2 സൈഡും ഉള്ളത് ഡബിൾ സൈഡറാണ്. പിന്നെ വേണ്ടത് ഒരു ഡ്യുവൽ പോൾ ഡ്യുവൽ ത്രോ സ്വിച്ച്. ഇതിന് വലിയ വിലയില്ല, 10-25 രൂപ ഇതിനും വിലയുണ്ടാവുള്ളൂ. പിന്നെ വേണ്ടത് ആക്ച്വലി ഒരു USB ഫീമെയിൽ പോർട്ടാണ്, പക്ഷേ ഞാനിവിടെ തെറ്റിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫോട്ടോ ഇതിൽ ആഡ് ചെയ്യുന്നതാണ്. പിന്നെ വേണ്ടത് ഒരു 4 ഡയോഡുകളാണ്. ഈ ഡയോഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ഉള്ള പവർ വേറൊരു കമ്പ്യൂട്ടറിലോട്ട് പോകാൻ അതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തെറ്റിയതാണെന്ന്. അപ്പോൾ ഇതാണ് ആ USB പോർട്ട്. അപ്പോൾ നമുക്ക് സർക്യൂട്ട് ഡയഗ്രത്തിലോട്ട് പോകാം. ഹായ് ഗൈസ്, അപ്പോൾ നമുക്ക് ഈ സർക്യൂട്ട് ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ ബേസിക്കലി നമ്മൾ സ്വിച്ച് ചെയ്യുന്നത് എല്ലാ 4 അതായത് ഒരു USB-ക്ക് 4 കണക്ഷൻസാണ് വരുന്നത്. USB 2.0ക്ക് ഒരു VCC, ഒരു ഡാറ്റ മൈനസ്, ഒരു ഡാറ്റ പ്ലസ്, ഒരു ഗ്രൗണ്ട്. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടുള്ള സംഭവം വരുന്നത് ഡാറ്റ മൈനസും ഡാറ്റ പ്ലസ്സും ആണ്. അതാണ് നമ്മൾ 2 കമ്പ്യൂട്ടറിൻ്റെ ഇടയിൽ സ്വിച്ച് ചെയ്യുന്നത്. അതായത് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു കമ്പ്യൂട്ടറിലോട്ട് മാറ്റുമ്പോൾ ആ ഡാറ്റ മൈനസും ഡാറ്റ പ്ലസ്സും ആണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് ഈ സ്വിച്ച് വഴി. അപ്പോൾ നമ്മൾ ഇതിൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇവിടെ കുറച്ച് ഒരു 4 ഡയോഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ തിരിച്ച് റിട്ടേൺ ആയിട്ട് കറണ്ട് പോകണ്ടെന്ന് വെച്ചിട്ട്. അപ്പം നമുക്ക് ഈ സർക്യൂട്ടിൽ നോക്കാം. അതായത് USB 1ൻ്റെ VCC, USB 2ൻ്റെയും VCC നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് ഒരു ഡയോഡ് വഴിയാണ് ഷോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഇതിലൂടെയുള്ള കറണ്ട് ഇങ്ങോട്ട് തിരിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡയോഡ് ഇവിടെ വെച്ചിട്ടുള്ളത്. എന്നിട്ട് അത് നേരെ ഈ ഷോർട്ട് ചെയ്ത് നേരെ എടുത്തിട്ട് നമ്മുടെ
USB ഈ ഫീമെയിൽ പോർട്ടിൻ്റെ VCCയിലോട്ട് കൊടുത്തിട്ടുണ്ട്. അതേ ഗ്രൗണ്ടും നമ്മൾ ശരിക്ക് നേരിട്ടിട്ട് രണ്ടും ഷോർട്ട് ചെയ്തിട്ട് ഗ്രൗണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഡാറ്റ 1 നമ്മൾ ഈ ഡ്യുവൽ പോൾ ഡ്യുവൽ ത്രൂ സ്വിച്ചിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊരു ഡയോഡ് വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ മൈനസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നാണ് അപ്പോൾ ഈ ഒരു സ്വിച്ച് ഇങ്ങോട്ട് ഇടുമ്പോൾ ഈ രണ്ട് കണക്ഷനാണ് നമ്മുടെ ഫീമെയിൽ പോർട്ടിലേക്ക് പോവുക. അതേപോലെ നേരെ തിരിച്ച് താഴത്തോട്ടാണ് സ്വിച്ച് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് കണക്ഷൻ ഇവിടെ ക്ലോസ് ആവും. ഈ ഡാറ്റ സിഗ്നൽസ് ആണ് ഇവിടെ പോവുക. അപ്പോൾ ഈ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു ഡയോഡ് നമ്മൾ ഇത് ഓപ്ഷണലാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഇപ്പോൾ ഒരു PC ഓഫ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ തിരിച്ച് പവർ അത് അങ്ങോട്ട് തിരിച്ച് കയറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. എന്തായാലും കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം. ഇനി സർക്യൂട്ട് ഡയഗ്രത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വാലിഡ് സജഷൻ ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് അറിയിക്കേണ്ടതാണ്.